ഇന്ന് സിയാദിന് തെങ്ങനായ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നേ. അപ്പം ഞാൻ ചോദിച്ചു ഞാനും കൂടെ വരട്ടേന്ന്. അതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ എൻ്റെ വീടും. അങ്ങനെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഞാനും അമ്മയും കൂടെ വണ്ടിക്കകത്ത് കയറി. അങ്ങനെ സിയാദ് തെങ്ങനായിലൊക്കെ പോയതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെത്തി ഗൈസ്. ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അമ്മയോട് പറഞ്ഞിട്ടില്ലായിരുന്നേ ഞങ്ങൾ വരുന്ന കാര്യമേ. ഞങ്ങളുടെ ഓമന ചേച്ചി നടന്നു വരുന്നു. അമ്മ ഞങ്ങളെ കണ്ടത് ഞെട്ടി കേട്ടോ. പറയാതെ വന്നതിൻ്റെ പിണക്കമാണേ. വീഡിയോ ഒന്നും എടുക്കണ്ടെന്നാ പറയുന്നത്. ഞങ്ങളുടെ ചേച്ചിയമ്മയെ കണ്ടോ ഗൈസ്. വാപ്പിച്ചിനെ അമ്മ കടയിൽ നിന്ന് വിളിക്കുവാണ് ഞങ്ങൾ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയമ്മ ഇരുന്ന് സിയാദിനോട് ഭയങ്കര കഥ പറച്ചിലാണ്. ചേച്ചിയമ്മയുടെ മോൻ സിദ്ധു മദ്രാസിലാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ പ്രേതകഥകളെല്ലാം സിയാദിനോട് വിവരിക്കുന്നതാണ് ഇത്. പിന്നെ അമ്പലത്തിലെ ഉത്സവമാണെങ്കിൽ പറയണ്ടേ, 7 ദിവസവും ചേച്ചിയമ്മ പോയി ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചോണ്ട് വരും കേട്ടോ. അവിടുത്തെ സദ്യ വാങ്ങിച്ചോണ്ട് വരും. പിന്നെ ചേച്ചിയമ്മ ചുരിദാറിട്ട കഥ പറയുന്നതാണ്. ഫോട്ടോ ഞാൻ അയച്ചു തരാമെന്നൊക്കെ പറയുന്നത്. നാണം വന്നിരിക്കുവാണേ. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വെളിയിൽ നിന്ന് പോയി ഫുഡ് കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചോളാം പറഞ്ഞു. അങ്ങനെ വാപ്പിച്ച് കടയിൽ നിന്ന് വന്നു കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്ന തോട്ട് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഞങ്ങളുടെ ചേച്ചിയമ്മ ചുരിദാറിട്ട ഫോട്ടോ വന്നു ഗൈസ്. ചേച്ചിയമ്മയുടെ മോൾ അയച്ചു തന്നാണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ ചേച്ചിയമ്മ ചുരിദാർ ഇട്ട ഫോട്ടോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ വാപ്പിച്ചിയോട് പറഞ്ഞു സച്ചുവിന് ചുമയാണ്. വാപ്പിച്ചി സിയാദ് പറയുന്ന വാപ്പിച്ചി മുറിവൈദ്യനാണെന്നാണ് പറയുന്നത്. എവിടുന്നെങ്കിലുമൊക്കെ മരുന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നോളും. ഇത് വാപ്പിച്ചി ഏതാണ്ട് പൊടികളെല്ലാം കൂടി പൊടിച്ചിട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടി സിയാദിന് കൊടുക്കുന്നതാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ് ഗൈസ്. അങ്ങനെ വാപ്പിച്ചിയുടെ കൂട്ടുകാരൻ 2 വാഴവിത്ത് കൊണ്ട് കൊടുത്തായിരുന്നു. അത് അവിടെ കൊണ്ട് വെക്കാമെന്നും പറഞ്ഞുകൊണ്ട് സിയാദിനെ കൊണ്ട് ഏൽപ്പിക്കുന്നതാണ്. പാവം. പിന്നെ ലുലുവിലെത്തി ഞങ്ങൾ സൽക്കാരെ കയറി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. ഇവിടുത്തെ സൂപ്പർ ബിരിയാണി. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. പിന്നെ ചെറിയ പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക്.